സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇത് ഒരു വിളനിലമാണ്. നമ്മുടെ ഇവന്റിന് തന്നെ ശരിക്കും അങ്ങനെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം. നമുക്കറിയാം, ഏറ്റവും നല്ല ബിസിനസ്സുകാരുടെ ഒക്കെ ഒരു വിളനിലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഞാൻ എന്നോട് ഏറ്റവും കൊണ്ട് പറയാറുണ്ട്, എന്തുകൊണ്ടാണ് കോഴിക്കോട് ഇത്രയും ബിസിനസ്സുകാരാവുന്നത്, എന്തുകൊണ്ടാണ് അവരുടെ ബ്ലഡിൽ ഇത്രയും നല്ല രക്തമായത്, അവരുടെ രക്തത്തിൽ എങ്ങനെയാണ് ഈ ബിസിനസ് ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തീർച്ചയായും ഒരു പയ്യന് ഒരു വിഷൻ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ ആ മനോഭാവം തന്നെയാണ് 100%. വിളനിലം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ ശരിക്കും ആലോചിക്കുകയാണ്. 14 വയസ്സിൽ ആ പയ്യൻ ആ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ 14ാമത്തെ വയസ്സിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു വിഷനാണ്, ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷിയാണ്. എൻ്റെ 14ാമത്തെ വയസ്സിലൊക്കെ നിങ്ങൾ എത്ര പേര് മില്ലിൽ പോയിട്ട് അരി പഠിപ്പിക്കാൻ പോയിരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മില്ലുണ്ടായിരുന്നു. ഈ മില്ലിൽ ഞാൻ അരി പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ അരി പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് അന്ന് അവിടെ അവകാശം തോന്നി വെല്ലുവിളിയായിരുന്നു ഈ അരി പഠിപ്പിക്കാനുണ്ടായിരുന്നു. മൂപ്പര് നമ്മൾ അരി കുതിർത്ത അരി എടുത്തിട്ട് മൂപ്പരുടെ കയ്യിലേക്ക് സഞ്ചി കൊടുക്കുന്ന സമയത്ത് മൂപ്പര് നമ്മൾക്ക് ഒരു ചോദ്യം ചോദിക്കും, ഇത് പുട്ടിനാണോ അപ്പത്തിനാണോ? ആ സമയത്ത് നമ്മൾ തരിച്ചു പോകും. ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ. കാരണം വീട്ടിൽ പറഞ്ഞു കൊടുത്ത് പുട്ടിന് വേണ്ടിയിട്ടാണോ അപ്പത്തിന് വേണ്ടിയിട്ടാണോ അപ്പോഴേക്കും നമ്മൾ മറന്നു വേണ്ടിയിട്ടാണ്. എൻ്റെ 16ാമത്തെ വയസ്സിൽ അങ്ങനത്തെ ഒരു തീരുമാനം പോലും എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ അവൻ്റെ 16ാമത്തെ വയസ്സിൽ അവനൊരു സംരംഭകനാകാൻ തീരുമാനിച്ചുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും ഈ വിളനിലം അത് കൂടുതൽ